ഇന്നലെ പുറത്തു വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തി നോക്കുക. വാസ്തവത്തിൽ കോൺഗ്രസിനെ അവകാശപ്പെടാനൊന്നുമില്ല. ആകെ നടന്ന 30 സീറ്റുകളിൽ 17ഉം LDF നേടിയിരിക്കുന്നു. ചെറിയ കാര്യമാണോ? കടുത്ത CPM വിരുദ്ധ, പിണറായി വിരുദ്ധ അന്തരീക്ഷം ഇവിടെ ഉണ്ട്. മുസ്ലിം ജനത മുഴുവൻ പിണറായിക്കെതിരാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 30ൽ 17ഉം LDF ജയിച്ചത്? 3 സീറ്റ് UDF-ന്റേത് LDF പിടിച്ചെടുത്തു. LDF-ന്റെ 6 സീറ്റ് UDF പിടിച്ചെടുത്തു എന്നത് വസ്തുതാപരമാണെങ്കിലും UDF-ന്റെ 3 സീറ്റ് LDF പിടിച്ചെടുത്തു എന്നത് ചെറിയ കാര്യമല്ല. അതിനർത്ഥം CPM-ന് കാര്യമായ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഇതൊക്കെ കോൺഗ്രസുകാർ മനഃപൂർവ്വം ആവേശത്തോടെ പറയുന്നതാണ്. ജനവിരുദ്ധ വികാരം എവിടെയുണ്ടെങ്കിലും അതൊക്കെ തണുപ്പിക്കാൻ CPM-ന് അറിയാം, പിണറായിക്ക് അറിയാം എന്നതിന് തെളിവാണ് 30ൽ 17 സീറ്റ് നേടി CPM-ഉം LDF-ഉം മുമ്പിലെത്തിയിരിക്കുന്നത്. അത്രയും സുസ്ഥിരമാണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥയെ മറികടക്കാൻ കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കണം. അതിന് അവർക്ക് കഴിയില്ല. പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു. അധികാരം ഉറപ്പാണ് എന്ന് കരുതിയുള്ള ഈ അഹങ്കാരമുണ്ടല്ലോ, ഈ അഹങ്കാരത്തിനുള്ള ഏറ്റവും നല്ല മറുമരുന്ന് എന്ന് പറയുന്നത് PV അൻവറിനെ KPCC പ്രസിഡന്റ് ആക്കുന്നതാണ്. എന്തായാലും നന്നാകാൻ പോകുന്നില്ല. പിന്നെ അൻവറിന്റെ ആ മോഹം കൂടി നടന്നു കിട്ടട്ടെ. അഹങ്കാരിയായ, അഴിമതിക്കാരനായ, അനേകം കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ അൻവറെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാൻ കഴിയുന്ന നേതൃത്വം കോൺഗ്രസിൽ ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം.